ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി കസേര കയ്യെത്താ ദൂരത്ത് നിന്നതിന്റെ നിരാശയിലാണ് KC വേണുഗോപാൽ ക്യാമ്പ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം ശിരസ വഹിക്കുമെന്ന് പറയുന്നതിനിടെയും KC വേണുഗോപാൽ നിരാശ മറച്ചുവെച്ചില്ല. VD സതീശനെ അഭിനന്ദിക്കുന്നതിനിടയിൽ തന്നെ പാർട്ടിക്കപ്പുറം ഇമേജ് ഒന്നും തനിക്കില്ല എന്ന് KC ഒളിയം പെയ്യുകയും ചെയ്തു. KC പക്ഷത്തെ നിയുക്ത MLA-മാരായ പഴകുളം മധുവും MM നസീറും VD സതീശൻ വിഭാഗത്തിനെതിരെ നേർക്കുനേർ തന്നെ കടുത്ത വിമർശനങ്ങളുമായി എത്തി. KCയെ ഒതുക്കാൻ സതീശൻ പക്ഷം സംഘടിത പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം. മൂന്നിൽ ആരാണ് മുഖ്യൻ എന്ന ഉദ്വേഗത്തിന്റെ കഴിഞ്ഞ 11 ദിവസവും അനിശ്ചിതത്വം പരകോടിയിൽ നിന്ന് അവസാന മിനിറ്റുകൾ വരെയും KC പൊരുതി നോക്കി. സംഘടനയിലെ അപ്രമാദിത്വം, ഉന്നതാധികാര കേന്ദ്രം സ്വന്തം ഉള്ളം കയ്യിൽ, എല്ലാത്തിലും അപ്പുറം 40-ലധികം MLA-മാരുടെ പിന്തുണ, എല്ലാ ഘട്ടത്തിലും KC മുൻതൂക്കം ഉറപ്പാക്കിയിരുന്നു. KPCC ഭാരവാഹികളെയും മുൻ അധ്യക്ഷന്മാരെയും ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തി അഭിപ്രായം ആരാഞ്ഞപ്പോഴും KCയുടെ തട്ട് താഴ്ന്നു നിന്നു. പക്ഷെ ഒന്നും വിലപ്പോയില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയിപ്പിക്കാൻ KCയെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി. നമ്പർ 10 ജൻപഥിലേക്ക് കാറെത്തിയപ്പോൾ മുറുകിയ മുഖത്തോടെ മുൻസീറ്റിൽ KC. പിന്മാറില്ല എന്ന് രാഹുൽ ഗാന്ധിയോടും കട്ടായം പറഞ്ഞു. AICC കേരളത്തിലേക്ക് ചാർട്ട് ചെയ്ത വിമാനത്തിൽ KC ഉണ്ടാവില്ലെന്ന വാർത്ത പിന്നാലെ വന്നു. 1.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ KC പിന്മാറിയെന്ന സൂചനയുമായി വന്ന വിവരത്തിലും ഒരു ആന്റി ക്ലൈമാക്സ് മണത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകി VDയെ വെട്ടാൻ KCയുടെ പദ്ധതി എന്നായിരുന്നു അഭ്യൂഹം. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. AICC ജനറൽ സെക്രട്ടറിയുടെ സംഘടനാ പദവി വഹിക്കുന്നത് കൊണ്ടുകൂടി അതൃപ്തി പുറത്തു കാട്ടാതെ ചിരിയോടെ പ്രതികരണം. അതിനിടയിലും സതീശനെ ഉന്നമിട്ട് വ്യംഗ്യത്തിൽ ഒരൊളിയമ്പ് കരുതി വച്ചു. പാർട്ടിക്കപ്പുറം ഇമേജ് ഒന്നും തനിക്കില്ല. എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജും ഉണ്ടാക്കാറില്ല. ഞാൻ പാർട്ടിയാണ് എനിക്കെല്ലാം. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, പോകാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിൻ്റെ മനസ്സും വേദനിക്കും. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്ക് വരും. ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി വേണമെങ്കിൽ എടുക്കട്ടെ എന്നും നൈരാശ്യത്തോടെ പ്രതികരണം. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും തീരുമാനമെടുക്കാൻ. ആ തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനമെടുത്തു. അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ. പക്ഷേ KC പക്ഷ നിയുക്ത MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ പഴകുളം മധുവിന്റെ പ്രതികരണം കടുത്ത ഭാഷയിലായിരുന്നു. KC വേണുഗോപാലിനെതിരെ ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ സംഘടിത ആക്രമണം നടത്തി, വെറുക്കപ്പെട്ടവനാക്കി. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തോടു കൂടി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനും പൊതുവെയും ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന ഇത്തരം നറേറ്റീവ്സിനെ, ഇത്തരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധത്തെ കണ്ടെത്തണം, അത് ഡിഫ്യൂസ് ചെയ്യണം. അതൊരൊറ്റപ്പെട്ട ശബ്ദമല്ല എന്ന സൂചന നൽകിക്കൊണ്ട് പിന്നാലെ MM നസീർ. നവമാധ്യമങ്ങളിലും അതുപോലെ ഒരു ഭാഗം മാധ്യമങ്ങളിലും കഴിഞ്ഞ ഒരു മാസക്കാലമായി വലിയ ദുഷ്പ്രചാരണം നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വലിയ ഒരു PR വർക്കുണ്ട്. അതിൻ്റെ പിന്നിൽ ബോധപൂർവമായി കേരളീയ സമൂഹത്തിൻ്റെ ചിന്തകളെ മാറ്റുന്ന നിലയിൽ ഇവരുടെ എല്ലാം മുൻകാല പ്രവർത്തനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നിലയിലേക്കുള്ള ഒരു വലിയ കുപ്രചരണം നടത്തിയിട്ടുണ്ട്. VD സതീശനാണ് ഭരണമെങ്കിലും KC ഫാക്ടർ സർക്കാരിനുള്ളിൽ തന്നെ ശക്തമായി ഉണ്ടാകുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുറത്തു വന്നത്. കേരളമാകെ സതീശൻ അനുകൂല സന്തോഷ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഈ അസംതൃപ്തിയും ഉള്ളിൽ പുകയുന്നുണ്ടെന്ന് നേതൃത്വത്തിന് അറിയാം. അകമേയുള്ള ആ പ്രതിരോധത്തെ കൂടി അഭിമുഖീകരിച്ചും മറികടന്നും വേണം VD സതീശൻ സർക്കാരിന് മുന്നോട്ടു പോകാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.